Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമ്മൾ പുതിയ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. KTU BTech സിവിൽ എഞ്ചിനീയറിംഗിലെ 4ാമത്തെ സെമസ്റ്ററിലുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 എന്ന കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ സബ്ജക്റ്റിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചർ വീഡിയോയിൽ നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് എന്താണ്, നമുക്ക് KTUവിൽ പഠിക്കാനുള്ള സിലബസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ ബേസിക് ആയിട്ട് നമുക്ക് സബ്ജക്ട് ഇൻട്രൊഡക്ഷനിൽ വരുന്ന കുറച്ച് ഡെഫിനീഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്ത ലെക്ചർ മുതൽ നമുക്ക് ആ സിലബസിന്റെ ഓരോ ടോപ്പിക്സ് ആയിട്ട് കവർ ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പൊ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബ്രാഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോയിലിന്റെ സ്റ്റഡിയാണ്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ, മണ്ണ് അല്ലെ, സോയിലിന്റെ പ്രോപ്പർട്ടീസ്, സോയിലിന്റെ സ്റ്റെബിലൈസേഷൻ, ഫൗണ്ടേഷൻ, നമ്മുടെ ബിൽഡിങ്ങിന്റെ ഒക്കെ ഫൗണ്ടേഷൻ ഡിസൈൻ, ഇതൊക്കെയാണ് ഓവറോൾ ഈ ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സിൽ വരുന്നത്. ഇത് ആക്ച്വലി 2 പാർട്ടായിട്ടാണ് KTU അറേഞ്ച് ചെയ്തേക്കുന്നത്. 4th സെമസ്റ്ററിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1ഉം 5th സെമസ്റ്ററിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2. ഓക്കെ, ഒരു സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ബ്രാഞ്ചിൽ 2ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ഡിസിപ്ലിനാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബേസിക് സിവിൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, വാട്ടർ സോഴ്സ് എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിലെ 2ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ഡിസിപ്ലിൻ, ആദ്യത്തേത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്. അത് കഴിഞ്ഞാൽ അതിന്റെ 2ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ഡിസിപ്ലിനാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് ഈ KTUവിന്റെ എക്സാം പാസ്സാകുക എന്നുള്ള മാത്രമല്ല, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ്, BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഹയർ സ്റ്റഡീസിനേക്കോ, അതായത് PG കോഴ്സോ PhD കോഴ്സോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗേറ്റ് എക്സാം പാസ്സാവണം. അതേപോലെ നമുക്കിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ജോബ്സ്, കേരള PSC ആയിക്കോട്ടെ, SSC എക്സാംസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് കമ്പനീസിലെ ഒരു ടെസ്റ്റാണ് എഴുതുന്നതെങ്കിലും ഈ പറയുന്ന എല്ലാ ടെസ്റ്റുകളിലും 10% വെയിറ്റേജ് ഈ ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പേപ്പർ. അപ്പം നമ്മൾ KTUവിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സുകളും ലെക്ചറുകളും പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ കൂടെ നിങ്ങൾ ഈ ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിലും ഇത് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ വേണം ഇത് പഠിച്ച് മനസ്സിലാക്കി പോകാം. ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് ഇക്വേഷൻസും ഡെഫിനീഷൻസും ടെസ്റ്റുകളും ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുമാണ്. ഓക്കെ, ഇത്രയാണ് ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സോയിലിന്റെ സ്റ്റഡിയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു സിവിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ആ ഒരു രീതിയാണ്. അപ്പൊ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഫീൽഡിൽ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പോസിബിൾ ആണോ എന്നുള്ള ആ ഒരു ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സോയിലിന്റെ സ്റ്റഡിയാണ്. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ സൈറ്റിലുള്ള സോയിൽ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പോസിബിൾ ആണോ, എത്ര ഫ്ലോർ വരെ നമുക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അപ്പോൾ പോസിബിൾ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൂടാതെ നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് വയനാടും മൂന്നാറും ഒക്കെ നമ്മൾ കേൾക്കുന്ന ന്യൂസാണ് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടലൊക്കെ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കോസ് എന്താണ്, ഇതിൻ്റെ റീസൺ, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ സ്ലോപ്സ് ഒക്കെ മണ്ണിടിച്ചിലിന് കാരണമാകുന്നത്, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ സിലബസും ക്വസ്റ്റ്യൻ പാറ്റേണും മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്ട് കോഡ് വരുന്നത് CET 204 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1. ഈ സബ്ജക്റ്റ് പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് ആണ് KTUവിലേക്ക് നിങ്ങൾക്ക് അവാർഡാകുന്നത്. ഇത് 2019 സ്കീം സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ സബ്ജക്ട് സിലബസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ടോട്ടൽ നമുക്ക് 150 മാർക്സ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത്
കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് 50 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ESE 100 മാർക്സിൻ്റെ എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നത്. 3 മണിക്കൂറാണ് നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ ഡ്യൂറേഷനായിട്ട് വരുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ മാർക്സ് ആയിട്ട് കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനിൽ ഈ 50 മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നിങ്ങളുടെ അറ്റൻഡൻസിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഔട്ട് ഓഫ് 10 നിങ്ങൾക്ക് 10 മാർക്ക് അറ്റൻഡൻസ് എത്രയാണോ അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ 10ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു 10 മാർക്ക് നിങ്ങൾക്ക് വരുന്നത്. അടുത്തത് കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ടെസ്റ്റ്. കോളേജിൽ നമ്മൾ സീരീസ് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. അതിൻ്റെ ആവറേജ് നമ്മൾ 25ലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അസൈൻമെൻറ്റുകൾ, ക്വിസുകൾ, മിനി പ്രോജക്റ്റുകൾ അതെല്ലാം കൂടി നമ്മൾ 15ൽ മാർക്ക് ഇടും. അങ്ങനെ ഈ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 50 മാർക്ക് അതിൽ 10 മാർക്ക് അറ്റൻഡൻസിനും 25 മാർക്ക് നിങ്ങളുടെ സീരീസ് എക്സാം, പിന്നെ അസൈൻമെൻറ്റ് എഴുതുന്നതിന് 15 മാർക്ക്. ആ രീതിയിലാണ് നമുക്ക് 50 മാർക്ക് വരുന്നത്. ഓക്കെ, ഇനി എൻഡ് സെമസ്റ്റർ എക്സാം, ഫൈനൽ എക്സാം നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 മണിക്കൂറാണ്, 100 മാർക്കിനാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ അത് പാർട്ട് എയും പാർട്ട് ബിയും ആണുള്ളത്. പാർട്ട് എയിൽ നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അങ്ങനെ 30 മാർക്ക് നമുക്ക് പാർട്ട് എയിൽ നിന്ന് കിട്ടും. ഓരോ മൊഡ്യൂളും നമുക്ക് 5 മൊഡ്യൂളാണ് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് മൊത്തം 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ട്. അതെല്ലാം കമ്പൾസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസുമാണ്. ഇനി പാർട്ട് ബിയിലേക്ക് വന്നാൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ, 2 essay ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 14 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി ഈ പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യന് മാക്സിമം 2 സബ് ഡിവിഷൻസ് വരെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു പാർട്ട് ബിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് A, B എന്നുള്ള രീതിയിൽ 2 സബ് ക്വസ്റ്റ്യൻ വരെ പെർമിറ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും തന്നിട്ടുണ്ട്. ഇപ്പോൾ കോഴ്സ് കോഡുണ്ട്, സബ്ജക്റ്റ് നെയിം, 3 hour ആണ്, 100 മാർക്കിൻ്റെ എക്സാമാണ്. പാർട്ട് എ മൊത്തം 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. പാർട്ട് എ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും 3 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ചെറിയ ഡെഫിനീഷൻസും തിയറി ക്വസ്റ്റ്യൻസും ഇതൊക്കെയാണ് ഈ പാർട്ട് എയിൽ ചോദിക്കുന്നത്. പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യന് 2 സബ് ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം. പാർട്ട് ബിയിൽ നമുക്ക് ഡെറിവേഷൻസും ന്യൂമറിക്കൽ പ്രോബ്ലംസും വലിയ തിയറീസൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നുള്ളൂ. ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ഫുൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2 ഫുൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കമ്പൾസറി ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഇനി ഇതിൻ്റെ സിലബസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 നമുക്ക് ബേസിക് ആയിട്ടുള്ള സോയിലിൻ്റെ പ്രോപ്പർട്ടീസും ടെസ്റ്റുകളും ഒക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് 2 പാർട്ടാണ്. ഇൻഡെക്സ് പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്, പെർമിയബിലിറ്റി ഓഫ് സോയിലും പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 3ലേക്ക് വരുമ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഇൻ സോയിൽ, അതേപോലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, ഈ 2 ടോപ്പിക്സും അതിൻ്റെ ന്യൂമറിക്കൽസും ഒക്കെയാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ നമുക്ക് കൺസോൾഡേഷൻ, കോമ്പാക്ഷൻ, ഈ 2 ടോപ്പിക്കാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 5ലേക്ക് വരുമ്പോൾ ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിലും സ്റ്റെബിലിറ്റി ഓഫ് ഫൈനൈറ്റ് സ്ലോപ്സുമാണ് പഠിക്കാനുള്ളത്. ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആ ഓരോ മൊഡ്യൂൾ കവർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് 2 ടെക്സ്റ്റ് ബുക്ക് KTU പ്രിഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് വരുന്നത് അറോറ KRൻ്റെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബുക്കാണ്, 2006 പബ്ലിക്കേഷൻ. കുറച്ച് സിമ്പിളായിട്ട് വരുന്നത് ആ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഓരോ സിലബസിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പ്ലിറ്റപ്പ് നമുക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു പോകാം. ഇത്രയാണ് ഓവറോൾ ആയിട്ട് നമുക്കിതിൻ്റെ സിലബസിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലൊക്കെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന 1-2 ഇൻട്രൊഡക്ഷൻ, ഡെഫിനീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ലെക്ചർ വൈൻഡപ്പ് ചെയ്യാം. മൊഡ്യൂൾ 1 ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സോയിലിൻ്റെ ഡെഫിനീഷൻ എന്താണെന്ന് നോക്കാം. ഡെഫിനീഷൻ ഓഫ് എ സോയിൽ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. സോയിൽ ഈസ് ഡിഫൈൻഡ് ആസ് ലൂസ് അൺകൺസോൾഡേറ്റഡ്, ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ലൂസ് അൺകൺസോൾഡേറ്റഡ് മെറ്റീരിയൽ കമ്പോസ്ഡ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ്. അപ്പോൾ സോയിൽ എന്ന് പറഞ്ഞാൽ വളരെ ലൂസായിട്ടുള്ളതും അൺകൺസോൾഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്.
അതെന്താണ്? റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ സോയിൽ എന്ന് പറയുന്നത്. ഇനി യൂഷ്വലി നമ്മുടെ ഈ സോയിൽ പാർട്ടിക്കിളിൻ്റെ അകത്ത് വോയിഡ് സ്പേസ് ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ മണ്ണ് കുഴിച്ചിട്ട് കുറച്ചൊരു സോയിൽ പാർട്ടിക്കിൾ ഇതുപോലെ ഡിഗ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? കുറച്ച് എയർ കണ്ടൻറ്റും കുറച്ച് വാട്ടർ കണ്ടൻറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സോയിലിൻ്റെ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള വോയിഡ് സ്പേസ് എയറും വാട്ടറും ഒക്കെ ആയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ എയറും വാട്ടറുമാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. സോയിൽ പാർട്ടിക്കിൾ മേ കണ്ടെയ്ൻ ഓർഗാനിക് മാറ്റേഴ്സ് ഓൾസോ. ഈ സോയിൽ പാർട്ടിക്കിളിൻ്റെ അകത്ത് എയറും വാട്ടറും കൂടാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസും മാറ്റേഴ്സും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് എന്താണ് പാരൻ മെറ്റീരിയൽ അല്ലെങ്കിൽ റോക്ക്? അപ്പോൾ നമ്മൾ പറഞ്ഞു റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സോയിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പാരൻ മെറ്റീരിയൽ, സോയിൽ ഉണ്ടാകുന്ന അതിൻ്റെ പാരൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റോക്കാണ്. അതെന്താണെന്ന് നോക്കാം. റോക്ക് ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് മിനറൽ പാർട്ടിക്കിൾ which are bonded together by strong molecular forces. It required drilling, wedging or blasting for its removal from earth surface. അപ്പോൾ റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ പാർട്ടിക്കിൾസ് ആണ് വിച്ച് ആർ ബൈൻഡഡ് ഓർ ബോണ്ടഡ് ബൈ സ്ട്രോങ് മോളിക്കുലാർ ഫോഴ്സ്. അപ്പോൾ ഈ റോക്ക് പാർട്ടിക്കിളിൽ നിന്ന് നമുക്ക് സോയിലിനെ റിമൂവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഫോഴ്സോ വെഡ്ജിങ്ങോ അല്ലെങ്കിൽ ബ്ലാസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എർത്ത് സർഫസിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ. ദ ഹാർഡ് സോയിൽ ഈസ് സംടൈം റെഫേർഡ് ആസ് സോഫ്റ്റ് റോക്ക് ആൻഡ് വൈസ് വേഴ്സ. ഇൻ കേസ് ഓഫ് പാർഷ്യലി ഡിസിൻറ്റഗ്രേറ്റഡ് റോക്ക് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു ലൊക്കേറ്റ് ദ ബൗണ്ടറി ബിറ്റ്വീൻ സോയിൽ ആൻഡ് റോക്ക്. ജസ്റ്റ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതേ ഉള്ളൂ, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. ഇനി എന്താണ് സോയിൽ മെക്കാനിക്സ്? സോയിൽ മെക്കാനിക്സ് എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ് ആരാന്ന് പറയണം. ദ ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ് ഈസ് കാൾ വോൺ ടെർസാക്കി. ഇതൊരു സയൻറ്റിസ്റ്റാണ്. കാൾ വോൺ ടെർസാക്കിയാണ് നമ്മൾ ഫാദർ ഓഫ് സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഹി വാസ് ബോൺ ഇൻ ഓസ്ട്രിയ. ഹി വാസ് ബേസിക്കലി എ മെക്കാനിക്കൽ എഞ്ചിനീയർ വിത്ത് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ തിയററ്റിക്കൽ മെക്കാനിക്സ്. ഇൻ 1900 he started developing soil mechanics. Okay. Soil mechanics deals with action of forces on soil with the flow of water in the soil. സോയിൽ മെക്കാനിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോയിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ സോയിലിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് വിത്ത് ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ സോയിൽ. സോയിലിൻ്റെ അകത്തുകൂടി വാട്ടർ ഫ്ലോ ചെയ്യുന്നതിൻ്റെ അകത്ത് വരുന്ന ഡിഫറെൻറ്റ് സോയിൽ ഫോഴ്സസ്, അത് ഡീൽ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ഒക്കെയാണ് നമ്മൾ സോയിൽ മെക്കാനിക്സിൽ മെയിനായിട്ട് പറയുന്നത്. സോയിൽ പാർട്ടിക്കിൾ കൺസിസ്റ്റ് ഓഫ് ഡിസ്ക്രീറ്റ് സോളിഡ് പാർട്ടിക്കിൾസ് which are neither strongly bonded as in solids nor they are free as particles of fluid. So consequently the behavior of soil is somewhat intermediate between solid and fluid. അപ്പോൾ സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് മെറ്റീരിയലും ഉണ്ട്, വളരെ ഫ്രീ ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സോയിലിൻ്റെ ബിഹേവിയറിന് എന്താണ്, സോളിഡിൻ്റെ പാർട്ടിക്കിൾസുമായിട്ടോ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസുമായിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതെന്തായിരിക്കും, ഇൻ്റർമീഡിയേറ്റ് ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. അടുത്ത നമുക്ക് രണ്ട് ടേംസ്, സോയിൽ എഞ്ചിനീയറിംഗും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗും എന്താണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ചിലപ്പോൾ ഒരു എ പാർട്ടിലൊക്കെ തിയറി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോയിൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബ്രോഡർ ടേം ദാറ്റ് includes not only soil mechanics but also geology, structural engineering, soil dynamics to obtain practical solution to problems of soil. സോയിൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോയിൽ മെക്കാനിക്സ് മാത്രമല്ല, അതുകൂടാതെ ജിയോളജി എന്ന് വെച്ചാൽ റോക്കിൻ്റെ സ്റ്റഡിയാണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, സോയിൽ ഡൈനാമിക്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമൺ ബ്രാഞ്ചിനെയാണ് നമ്മൾ സോയിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, a relatively new term that includes soil mechanics, rock mechanics, soil engineering, rock engineering and geology also. അപ്പോൾ geotechnical engineering എന്ന് പറയുമ്പോൾ it includes soil mechanics, rock mechanics, soil engineering, rock engineering and geology. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സ്ട്രീമിനെയാണ് നമ്മൾ geotechnical engineering എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ geotechnical engineering എന്ന് പറയുന്ന പുതിയൊരു സബ്ജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ ഒരു വീഡിയോയിൽ ഇത്രയും ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ മുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഡ്യൂൾ 1 ലെക്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.